കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ബഹുജന ധർണ സംഘടിപ്പിച്ചു. നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ പരിപാടി CPI അസിസ്റ്റന്റ് സെക്രട്ടറി E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തം നടന്ന് 4 മാസങ്ങൾ പിന്നിട്ടിട്ടും ദുരിതബാധിതരെ സഹായിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും കേരള ജനതയോട് സ്വീകരിച്ചു വരുന്ന രാഷ്ട്രീയ പ്രതികാര നിലപാട് ഫെഡറൽ ഭരണഘടനാ തത്വങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണെന്ന് CPI അസിസ്റ്റന്റ് സെക്രട്ടറി E. ചന്ദ്രശേഖരൻ MLA പറഞ്ഞു. മനുഷ്യരഹിതമായ ഈ അവഗണനയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ബഹുജന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ബദൽ നയം നടപ്പാക്കുന്ന ഇന്ത്യയിലെ മറ്റൊരു ഗവൺമെന്റാണ്. അതാണ് കേരളത്തോടുള്ള അവഗണനയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. തങ്ങളുടെ ഭരണത്തോടൊപ്പം നിൽക്കുന്നവരല്ലല്ലോ, കേന്ദ്ര ഭരണത്തിന് ഓശാന പാടുന്നവരല്ലല്ലോ അത്തരം ആളുകൾക്ക് ഈ സഹായം ചെയ്യേണ്ടതുണ്ടോ എന്നാണ് അവരുടെ ഇപ്പോഴുള്ള നിലപാട്. നമുക്കെല്ലാം അറിയാം, രാജ്യത്തെ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും ഖജാനാവിലുള്ള പണമെന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി പണമാണ്. വിവിധങ്ങളായ പേരുകളിൽ പിരിച്ചെടുക്കപ്പെടുന്ന പണമാണ് നമ്മുടെ ഖജാനാവിൽ. അതേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നിയന്ത്രണത്തിനനുസരിച്ച് മാത്രം തീരുമാനിക്കേണ്ട വിഷയമല്ല. അധികാരത്തിലിരിക്കുന്ന BJPക്കോ BJPയുടെ NDAയിലെ കക്ഷികൾക്കോ ഈ രാജ്യത്ത് ആർക്ക് കാശ് കൊടുക്കണം, ആർക്ക് കാശ് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാൻ പ്രത്യേക അവകാശമില്ല. CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. നമ്മുടെ മനസ്സിൽ ഉമിത്തി പോലെ എരിഞ്ഞു പോകുന്ന ഈ പ്രതിഷേധം നമ്മൾ പ്രകടിപ്പിക്കുകയാണ്, പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് നമ്മൾ പ്രതിഷേധം. ആ പ്രതിഷേധാഗ്നി യഥാർത്ഥത്തിൽ കേന്ദ്രം കരിയണമെന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിവിധ സമര മാർഗങ്ങൾ സ്വീകരിച്ച് ഏറ്റവും അവസാനം നമ്മൾ പരസ്യമായി നമ്മുടെ അസംതൃപ്തി ഈ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന നീതികേടിനെതിരായിട്ട് നമ്മൾ പരസ്യമായി ഈ രീതിയിലുള്ള സംസ്ഥാന വ്യാപകമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്ന ജനാവലി അടക്കം പങ്കെടുത്തുകൊണ്ട് ഇത്തരം പ്രതിഷേധ സംഗമം സത്യാഗ്രഹം എന്നുള്ള നിലയിൽ രാജ്ഭവന്റെ മുമ്പിലും നമ്മുടെ 13 ജില്ലാ കേന്ദ്രങ്ങളിലും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. CH കുഞ്ഞമ്പു MLA, M രാജഗോപാലൻ MLA, മുൻ MP P കരുണാകരൻ, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, കരീം ചന്തേട, KM ബാലകൃഷ്ണൻ, VV കൃഷ്ണൻ, M അനന്തൻ നമ്പ്യാർ, അസീസ് കടപ്പുറം, PT നന്ദകുമാർ, സണ്ണി അരമന, രതീഷ് പുതിയപുരയിൽ, CP ബാബു, PP രാജു, വിജയൻ മാസ്റ്റർ, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, M ഹമീദ് ഹാജി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നാടിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.